ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷം. കടപ്പുറം പഞ്ചായത്തിലെ മാളുട്ടി വളവ്, മൂസ റോഡ്, മുനക്കക്കടവ്, വെളിച്ചെണ്ണപ്പടി എന്നിവിടങ്ങളിൽ ശക്തമായ കടൽക്ഷോഭം. കടകളിലേക്ക് വെള്ളം ഇരച്ചുകയറി, റോഡിലേക്ക് വെള്ളം ഇരച്ചുകയറി. കൂടുതൽ വിവരങ്ങളുമായി ഹാരിസ് ചേരുന്നു. ഹാരിസ്, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? കടപ്പുറം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമായി തുടരുകയാണ്. കടപ്പുറം പഞ്ചായത്തിലെ മാളൂട്ടി വളവ്, മൂസ റോഡ്, വെളിച്ചെണ്ണപ്പടി, മുനക്കക്കടവ് ഈ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടൽക്ഷോഭമാണ് ഇപ്പോഴുള്ളത്. മാളൂട്ടി വളവിൽ കുറുപ്പത്ത് ബസുവിന്റെ വീട്ടിലേക്ക് വെള്ളം അടിച്ചു കയറുന്ന സ്ഥിതിയാണ്. ഈ ഭാഗത്ത് കടൽ ഭിത്തി ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ പുതുവീട്ടിൽ ബീരുമോന്റെ വീട്ടിലേക്കും വെള്ളം കയറുകയുണ്ടായി. ഈ ഭാഗത്തും കടൽ ഭിത്തി ഇല്ലാത്ത പ്രദേശങ്ങളിലൂടെയാണ് കൂടുതൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത്. പ്ലാങ്ങ ബീച്ചിലും കടൽക്ഷോഭമുണ്ട്. കടൽക്ഷോഭം രൂക്ഷമാണ്. ഈ പ്രദേശത്ത് വീടുകളൊന്നും ഇല്ല, പക്ഷെ അവിടെ കുറെ കടകൾ ഉള്ളത് കൊണ്ട് കടകളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം വീണ്ടും രൂക്ഷമായത്. കടൽ ഭിത്തി ഇല്ലാത്ത ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ വെള്ളം കയറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടൽ ഭിത്തി നിർമ്മിക്കുവാനുള്ള ആവശ്യത്തിന് ഏറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതുവരെയും കടൽ ഭിത്തി നിർമ്മിക്കുവാനുള്ള സംവിധാനം ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയിലേക്കുള്ള കടൽക്ഷോഭം എത്തിയിട്ടില്ല. കാരണം വീടുകളിൽ താൽക്കാലികമായി അവരെല്ലാം ബന്ധുവീടുകളിലേക്ക് താമസം മാറുന്ന സ്ഥിതിയാണ്. അടുത്ത പ്രദേശങ്ങളിലുള്ള ബന്ധുവീടുകളിലേക്ക് താൽക്കാലികമായി മാറുകയും പിന്നീട് തിരിച്ചു വരികയുമാണ് പതിവ്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ശരി ഹാരിസ്, വിവരങ്ങൾ നൽകിയത് ഹാരിസ് ആണ്. ചാവക്കാട് കടൽക്ഷോഭം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു.